ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഹെൻസുണ്ട് ചോറ് കൊടുപ്പാന്നേ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പാറയിലോട്ട് പോവാണ്. പാറ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ തടിക്കാടുള്ള കുത്തുവപ്പാറ വെച്ചാണ് കൊടുക്കുന്നത്. അത് എൻ്റെ ഉമ്മാക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തടിക്കാട് എൻ്റെ ഉമ്മയുടെ കുടുംബ വീട്ടിലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് അവരെയൊക്കെ കണ്ട് ഇതെൻ്റെ സച്ചുവൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പെതുക്കെ നടന്ന് കയറി പാറയിലോട്ട് വന്നു. പാറയിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറി പോവാൻ. പ്രായമുള്ളവർക്കൊന്നും കുറച്ച് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാലിനൊന്നും വയ്യാത്തവരുടെ. പക്ഷേ സ്ഥലമെന്ന് പറയുന്നത് വൈബ് സ്ഥലമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി പോവാണ്. ഞങ്ങൾ ഫാമിലി ഫുള്ളും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഇക്കയുടെ ഫാമിലി ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി പോണ്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് മസൂദ് അലി വന്നിരുന്ന പാറയാണ്. ആ പാറ വളരെ ആ മുകളിൽ കാണുന്ന പാറയാണത്. എല്ലാ വർഷവും ഇവിടെ ആണ്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പരിപാടിയാണ്. ഇന്ന് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തടിക്കാട് ചന്തമുക്കിന്ന് മലമേലോട്ട് പോകുന്ന റോഡ്. ഇവിടെ നിന്ന് നോക്കിയാൽ മലമേ പാറയും ജഡായി പാറയൊക്കെ കാണാം ഗൈസ്. ഇവിടുത്തെ സീനറി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനെ ഹെൻസൂന് ചോറൊക്കെ കൊടുത്ത് ആദ്യം മധുരം വെച്ചപ്പോഴത്തേക്കും മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. കാരണം ഇനി തൊട്ട് എൻ്റെ മോള് ഫുഡൊക്കെ കഴിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തടിക്കാട്ടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെൻസൂനെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അടിയാണ്. കാരണം പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടാണ്. എന്തായാലും ഭാഗ്യത്തിന് ആ ടൈമിൽ മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാനൊക്കെ പറ്റി. പിന്നെ പായസം എല്ലാവരുമൊക്കെ കുടിച്ച് അവിടെയൊക്കെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോവാമെന്ന് വിചാരിച്ചു. കാരണം മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഉപ്പായും മാമച്ചിയൊക്കെ പറയുമായിരുന്നു മഴ വരും പെട്ടെന്ന് നിന്ന്. പക്ഷെ ഞങ്ങളതൊന്നും കേട്ടില്ല, കാരണം ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫുൾ, എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് സെൽഫി എടുക്കാൻ പറഞ്ഞാണ്, പക്ഷേ അച്ചു വീഡിയോ ആണ് എടുത്തത്. ഓരോ വട്ടം ഹെൻസ് ഓരോരുത്തരുടെ കയ്യിലാണ്. അവളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ആരുടെടുത്തും പോവാതിരിക്കത്തില്ല. കാരണം ആര് കൈ നീട്ടിയാലും ആരെടുത്താലും നിർബന്ധം വാശിയൊന്നുമില്ല, അവരുടെ കയ്യിലങ്ങ് സെറ്റായിട്ടങ്ങ് ഇരുന്നോളും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.